ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. എന്തെല്ലാം ഗിമ്മിക്സ് ആണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഇവരുടെ ഈ ഷൈനി ക്ലോത്ത്സും എന്താണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഏറ്റവും നല്ല ഫോട്ടോയും എന്തെല്ലാം കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാണിച്ചാണ് നമുക്കറിയാം. സിനിമാ നടന്മാരെ നേരി കണ്ട കാശിന് കൊള്ളത്തില്ലെന്നുള്ള നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വലിയ സ്പോട്ട് ലൈറ്റും മറ്റേതും മറിച്ചതും, പിന്നെ അവരുടെ ശബ്ദമൊക്കെ നമുക്ക് പണ്ടൊക്കെ മൈക്ക് ഓപ്പറേറ്റർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം സൗണ്ട് എഞ്ചിനീയർ എന്നാണ് വിളിക്കുന്നത്. പണ്ട് നമ്മളെ ശമുവേലിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, ഇന്ന് പ്രവാചകന്മാരെന്ന് വിളിക്കുന്നവരെ അന്ന് ദർശകന്മാരെന്നാ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമ്മൾ എല്ലാത്തിനും പുതിയ പുതിയ പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഈ സൗണ്ട് സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങളും ഇതെല്ലാം കൂടെ കാണുകയും ഈ ഫ്ലെക്സിനകത്തെ ഒരു 70mm സ്മൈലും എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഇവർക്ക് മാത്രം കഴിയുന്ന ഒരു ജീവിത രീതിയാണ് ഇതെന്ന്. ഇവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങളുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനഃപൂർവ്വമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്, മാറി നിൽക്കാനായിട്ട്. ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടല്ലാതെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന നേരെ ഇപ്പോൾ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ദേ സ്റ്റാൻഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കൂടുന്നവർ നിൽക്കത്തില്ല, സാധാരണക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലത്തില്ല, സാധാരണക്കാരന് അപ്രോച്ചബിൾ അല്ലാത്ത ഒരു കാര്യങ്ങളാണ് എല്ലാം കാണിക്കുന്നത്. ഈ ബുക്കൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ മിസ് വേൾഡിന് മത്സരിച്ച് മിസ്സസ് വേൾഡായി പോയെന്ന് ചിന്തിക്കുന്ന ഭാര്യയുടെ തോളയിലോട്ട് കൈ വീട്ട് ആ പടമൊക്കെ അങ്ങോട്ട് വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഹി ഗോട്ട് എവറിത്തിങ് അറ്റ് വൺസ്. പക്ഷെ പിന്നെ അറിയുന്നത് ഇപ്പോൾ അവൻ്റെ കൂടെ അല്ല താമസം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സെലിബ്രിറ്റീസ്, ക്രിസ്ത്യൻ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാർ സിസ്റ്റം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഒരു ഇമ്പാക്റ്റ്, തെറ്റായ ഒരു ഇമ്പാക്റ്റ്, ഇങ്ങനെയൊരു ജീവിതം എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ സാധാരണക്കാരൻ ചിന്തിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. ഇവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ റോണ്ടൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേ പ്രസന്റ് ദംസെൽസ് ആസ് ഇഫ് ദേ വെർ സിറ്റിംഗ് അറൗണ്ട് വെയിറ്റിംഗ് ഫോർ എ വേക്കൻസി ഇൻ ട്രിനിറ്റി. ദൈവത്തിൻ്റെ തൃത്വത്തിൽ ഒരു വേക്കൻസി കിട്ടുമെന്ന് നോക്കിയിരിക്കുന്ന ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടെ ഒരു കസേര, തൃത്വത്തിൽ മൂന്നാമത്തെ ഒരു കസേര ഒഴിവ് കിട്ടുകയാണെങ്കിൽ അവിടെ കാണാൻ കയറി ഇരിക്കാമെന്ന് ചിന്തിക്കുന്ന പോലെയുള്ള നിലയിലാണ് ഇവരെ തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാസികകളും പുസ്തകങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് നമ്മുടെ ഒരു നാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോണ്ടൺ പറഞ്ഞിരിക്കുന്നത് വി ആർ ഗിവിങ് ഗോഡ് ദ ഗ്ലോറി ആൻഡ് വി ടേക്ക് ദ ക്രെഡിറ്റ്. നമ്മൾ മഹത്വം ദൈവത്തിനും മാനം നമുക്കും എടുക്കുന്ന ഒരു സ്റ്റേജാണ്. മഹത്വം ആർക്ക് കൊടുക്കും? ദൈവത്തിന്. പക്ഷെ മാനം നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒരു ലൈഫ് ക്രിസ്ത്യൻ ഫീൽഡിൽ വന്നതുകൊണ്ടുള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം സാധ്യമാണെന്നോ അല്ലെങ്കിൽ അത് സാധാരണക്കാരന് പറ്റുന്ന ഒരു കാര്യമാണെന്നോ ചിന്തിക്കാത്ത നിലയിൽ ഇവരെല്ലാവരും വേറെ ലോകത്തിലേക്ക് കയറി പോയിരിക്കണം. അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഇമേജ് ഇതാണ്. ഫിലിപ്പിയൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, മേ ബി ദ പ്രോബ്ലം അണ്ടർലൈങ് ദ സ്കാൻഡൽ ഓഫ് ക്രിസ്ത്യൻ സൂപ്പർ സ്റ്റാർസ് ഈസ് ദാറ്റ് വി ഡിസ്റ്റോർട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ് ബൈ ട്രെയിനിങ് അവർ സ്പോട്ട് ലൈറ്റ് നോട്ട് ഓൺ ദ സെർവൻസ് ബട്ട് ഓൺ ദ സ്റ്റാർസ്. എന്താ പറ്റിയിരിക്കുന്നത്? യേശു കർത്താവ് വേദപുസ്തകത്തിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന എല്ലാം സെർവൻഹുഡിനാണ്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്ന ആരെയാണ്? ദാസൻ, കഷ്ടം അനുഭവിക്കുന്ന ദാസൻ. യെശയ്യാ പ്രവചനത്തിൽ ദാസൻ, ദാസ്യാനുഭവം. പക്ഷേ നമ്മൾ ഇന്ന് ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്റ്റാർസിനാണ്. our spotlight is not on the servants but on the stars. അപ്പോൾ അതിനോട് ചേർന്ന് മറ്റൊരു ദേവദാസൻ പറഞ്ഞത്, keep your eyes on the one who refuses to turn stones into bread, jump from great heights or rule with great temporal power. Keep your eyes on the one who says blessed are the poor. നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത് ആരിലാണ്? കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതല്ല ദൈവം എന്നെ ഫലമേൽപ്പിച്ച മാർഗം എന്ന് പറഞ്ഞ യേശുവിലാണ്. അല്ലാതെ അത്ഭുതങ്ങൾ കാണിച്ച് ഗിമ്മിക്കുകൾ കാണിച്ച് മനുഷ്യനെ വരുത്തുന്നവനിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ണുകൾ നിർത്തേണ്ടത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആളുകളിലേക്കാണ് നമ്മളുടെ കണ്ണുകൾ മുഴുവൻ പോകുന്നത്. ബഹ്റിനിലൊരു ദൈവദാസൻ വന്ന് പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ നോട്ടീസിൻ്റെ മോഡലെല്ലാം അയച്ചു കൊടുത്തു. അദ്ദേഹം അയച്ചു കൊടുത്ത നോട്ടീസിനകത്ത് അദ്ദേഹം ഉയർപ്പിച്ച ആളുകളുടെ പേരുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇത്ര പേരെ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. ബഹ്റിനിലാണല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം ബഹ്റിൻ പോയപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തെ ഇനി വിസ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വിസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, ഈ നോട്ടീസ് അടിച്ചപ്പോൾ ബഹ്റിനിലുള്ള വിശ്വാസികൾ എന്ത് ചെയ്തു? മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ള കാര്യം അടിച്ചില്ല. ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് വെച്ചുകൊണ്ട്. പക്ഷേ ഇദ്ദേഹം ആ നോട്ടീസ് കണ്ടിട്ട് അത് മാറ്റിയിട്ട് ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ച കാര്യം അതിനകത്ത് അടിക്കുന്ന നോട്ടീസ് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അടുപ്പിച്ചു. രണ്ടാമത് ആലോചിച്ച് നോക്കണം. പക്ഷേ യേശു കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് യേശു കർത്താവ് അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം
പ്രൊജക്റ്റ് ചെയ്യാനല്ല പരിശ്രമിക്കുന്നത്. എന്താ അവൻ വാസ്തവത്തിൽ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് പോലും അത്ഭുതം കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. എന്തിനു വേണ്ടിയാ? അവൻ്റെ മനസ്സലിവ് കൊണ്ടാണ്. എന്ന് തന്നെയല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ ഒരു അത്തിപ്പഴമെങ്കിലും കിട്ടാൻ കൊതിച്ച യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. മരുഭൂമിയിൽ അവനെ വിശന്നപ്പോൾ അവനൊരു അത്ഭുതം പ്രവർത്തിച്ച് അവൻ്റെ വിശപ്പിനെ മാറ്റുവാൻ പരിശ്രമിക്കുന്നില്ല. ഹി വാസ് നോട്ട് ജമ്പിങ് ഫ്രം ദ ഹൈറ്റ്സ്. ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോൾ എന്നാൽ കാണിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞ ഒരു യേശുവിനെ അല്ല നമ്മൾ കാണുന്നത്. കാല് കഴുകാനായിട്ട് ഇറങ്ങി വരുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സെർവൻ്റ് ആയിട്ടുള്ള യേശുവിനെയാണ്, ബ്ലെസ്ഡ് ആർ ദ പൂവർ എന്ന് പറയുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്പോട്ട് ലൈറ്റ് നമ്മൾ മാറ്റുന്നതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നതായ കാര്യം. ഞാൻ പറയട്ടെ, ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം നമ്മൾ മനസ്സിലാക്കണം, ദേ ആർ ജസ്റ്റ് അവർ ഫെലോ പിൽഗ്രിംസ്. നമ്മളെപ്പോലെ തന്നെ വീണ്ടും ജീവിതത്തിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഇവർ. നമ്മൾ മനസ്സിലാക്കണം, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനായിട്ട് ദൈവം ഒരു സ്പിരിച്വൽ എബിലിറ്റി കൊടുത്തിട്ടില്ല. പ്രാർത്ഥിക്കാനായിട്ട് ചില സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമായിട്ട് ദൈവം കൊടുത്തിട്ടില്ല. പ്രസംഗിക്കാനുള്ള കഴിവുള്ള എന്തും ആയിക്കോട്ടെ, ദൈവത്തിന് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്താനോ മറച്ചു നിർത്താനോ ഒന്നും ദൈവം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ ഫെലോ പിൽഗ്രിമാണ് ഞാൻ. ഐ ആം ഓൾസോ ട്രൈങ് ടു പ്രേ like Jesus prayed, and don't think that because I preach. ഇത് നമ്മുടെ പ്രശ്നം. പ്രസംഗിക്കുന്നത് കൊണ്ട് അവൻ ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോകം എന്നുള്ളൊരു ചിന്ത. നോ, അങ്ങനല്ല. അതിനുവേണ്ടിയുള്ള ഷൈനി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു ക്രിസ്തീയമായ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളും പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുകയാണ്. ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഗിമ്മിക്കുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഇത് പ്രാർത്ഥനയുടെ ക്ലാസ്സിൻ്റെ കാര്യം മാത്രമല്ല, എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. യേശു കർത്താവ് എന്താ ചെയ്തത്? അവൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പരിശ്രമിച്ചത്. അവൻ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പരിശ്രമിച്ചത്. അവൻ മീറ്റിംഗ് തുടങ്ങുമ്പം കാറെ നേരെ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ചാടി കയറി പോകാനൊന്നും അല്ല. ഗെന്നസരത്ത് തടാകത്തിൽ വെച്ച് അവൻ എന്താ കാണുന്നത്? നമ്മൾ കാണുന്നത് പുരുഷാരം അവനെ തിക്കി തിരക്കുന്നത് കൊണ്ട് അവൻ ശിമോനുള്ള പടകിൽ കയറി അപേക്ഷിച്ചു, ഇവരെല്ലാം കൂടെ എന്നെ ഒത്തിരി അങ്ങ് തിക്കി തിരക്കുക, നീ എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മമാരെല്ലാം കൂടെ എന്നെ തള്ളി താഴെ ഇടും ഇല്ലേ? കർത്താവിന് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് ഫെൻസ് ഉണ്ടാക്കി എല്ലാവരെയും ഒരു സ്പെഷ്യൽ അകലത്തിൽ വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷേ ജീസസ് ഡിഡ് നോട്ട് ഡു ദാറ്റ്. യേശു അതല്ല ചെയ്തത്. സോ ഏത് പ്രസംഗകരാണെങ്കിലും എന്ത് ബൈബിൾ ക്ലാസ്സസ് ആണെങ്കിലും അത് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ചിന്തിക്കരുത്, എനിക്കുള്ളതല്ല ഇത്. ക്രിസ്തീയ ജീവിതം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ ഒരിക്കലും എല്ലായിടത്തും പറയുന്നൊരു ഉദാഹരണമാണ്. ഞാൻ നടന്ന കാര്യം. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വായിച്ച് ഞാൻ ചിന്തിച്ചു, ഇതൊന്നും എനിക്കൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. സോ ഡീപ്പ്, ദിസ് മസ്റ്റ് ബി ഡീപ്പർ ക്രിസ്ത്യൻ ലിവിങ്. ഇറ്റ്സ് നോട്ട് ഫോർ മീ. എനിക്ക് വേണ്ടിയുള്ളതൊന്നുമല്ല. ഭയങ്കര ആഴമുള്ള ക്രിസ്തീയ ജീവിതമാണ്. ദിസ് ഈസ് ഓൺലി ഫോർ സ്പിരിച്വൽ ജയൻസ്, നോട്ട് ഫോർ മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ ഒന്നുകൂടെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇറ്റ് വാസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഭയങ്കര ആഴമുള്ള ക്രിസ്തീയ ജീവിതമാണ്, ഇതൊന്നും എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റിൽ എന്താണ്? വാച്ച്മാനിയുടെ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? ക്രിസ്തീയ ജീവിതത്തിൽ ഈ പറഞ്ഞ ജീവിതം ആർക്കൊക്കെ ഉള്ളതാണ്? നോർമൽ പീപ്പിൾ. അതുകൊണ്ട് പ്രയറിനെ കുറിച്ചുള്ള ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതും പറഞ്ഞേച്ച് പോകരുത്. ഇതൊന്നും ഭയങ്കരമാണ് കേട്ടോ, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്, പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയരുത്. നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ വി എ തോമസ് പാസ്റ്റർ, മരിച്ചുപോയ വി എ തോമസ് പാസ്റ്റർ ഒത്തിരി ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ കാനവച്ചൻ ഒരു പ്രാവശ്യം പറഞ്ഞു, തോമാച്ച ഞാനൊരു സ്പെഷ്യൽ എക്സസൈസ് കാണിച്ചു തരാം, അത് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിക് ഒത്തിരി കുറയും, അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു എക്സസൈസൊക്കെ പഠിപ്പിച്ച് ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും കണ്ടപ്പം ചോദിച്ചു, തോമാച്ച എങ്ങനെയുണ്ട് ഞാൻ പഠിപ്പിച്ച എക്സസൈസ് എങ്ങനെയുണ്ട്? ഉടനെ പറഞ്ഞു, അച്ചോ വളരെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്, പക്ഷേ ഇതുവരെ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഇതുപോലെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്ത് നോക്കാൻ പറ്റിയില്ലെന്ന് പറയാനാണെങ്കിൽ എന്തൊരു കഷ്ടം. ഇറ്റ് ഈസ് ഫോർ അസ്. ഏത് വേദപുസ്തകത്തിൻ്റെ ഏത് കാര്യങ്ങളും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് എന്നുള്ള ആ ബോധ്യം നമുക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുകയാണ്. കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ശിഷ്യന്മാരെ യേശു പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ പറയുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരാളോടാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാണ്. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ മറ്റ് കൺട്രീസിലൊക്കെ നമുക്കറിയാമല്ലോ, ഡ്രൈവ് ചെയ്യുന്നത് എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്.
ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പഠിക്കാൻ ചെല്ലുമ്പോഴുള്ള ഒരു പ്രശ്നം, അവരുടെ പഠിപ്പിക്കുന്നവർ മിക്കവരും പറയും ഇവനെ പഠിപ്പിക്കാൻ വലിയ പാടാണ്. കാര്യം ഇവൻ ഓൾറെഡി എന്താണ് മറ്റൊരു രീതിയിൽ ഇത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇതേപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരായിരുന്നതുകൊണ്ട് യേശു കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ എന്തോ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന്. നമ്മൾ തെറ്റായ ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആ വഴി മുന്നോട്ട് പോകുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരാനായിട്ട് നമുക്ക് കഴിയണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചാലോ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇനി ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളുടെ ചിന്ത. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ വണ്ടി വിട്ടു വന്നു കഴിഞ്ഞാൽ തിരുവല്ല SC ജംഗ്ഷനിൽ വരും. SC ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്ങന്നൂർ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിയാണ്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു, ഇതിലെ നേരെ വണ്ടി വിടുക, നേരെ ചെന്ന് SC ജംഗ്ഷനിൽ ക്രോസ് റോഡ് T റോഡിൽ ചെന്ന് കയറുന്നു. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ അവിടെ നിന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് ചിങ്ങവനം, അത് കഴിഞ്ഞിട്ട് കോട്ടയം. അപ്പോൾ ഇതിന് കോട്ടയത്ത് മുടങ്ങി അങ്ങനെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, സോ ഈസി. പക്ഷേ സംഹാവ് SC ജംഗ്ഷനിൽ വന്നപ്പോൾ വലത്തോട്ട് തിരിഞ്ഞതിന് പകരം ഇയാൾ ഇടത്തോട്ട് തിരിഞ്ഞെന്ന് വെക്കുക. അറിയാതെ പറ്റിപ്പോയതാ. അങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പം ചെങ്ങന്നൂരെന്നാണോ പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കും, രണ്ടും ഒരുപോലൊക്കെ ഇരിക്കുന്നു. ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരി ഒക്കെ ഒരുപോലൊക്കെ ഇരിക്കുന്നു. പിന്നെ മുന്നോട്ടങ്ങ് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിങ്ങവനം കാണുമെന്ന് പറഞ്ഞു. പക്ഷേ പന്തളമൊക്കെയാണ് കാണുന്നത്. പന്തളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ വഴി തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ ഇനിയും കോട്ടയത്തോട്ട് പോകാൻ എത്ര കിലോമീറ്റർ പോകണം? എന്നെ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്, എവിടുന്നാണ് വന്നത്? ഞങ്ങൾ തിരുവല്ല ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. കോട്ടയത്തിന് പോകാനാ പറഞ്ഞ. ഇയാളെന്ന് പറയും, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ പോകുന്നത് തെറ്റായ ദിശയിലാണ്, ഇല്ലേ? നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കോട്ടയത്ത് ചെല്ലത്തില്ല. കോട്ടയത്ത് ചെല്ലണമെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് തിരിച്ചത്? SC ജംഗ്ഷനിലാണെങ്കിൽ ആ SC ജംഗ്ഷനിലേക്ക് മടങ്ങി ചെന്നിട്ട് പിന്നെ നേരെ പോകണം. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ പറയാം, ഞാൻ എന്താണെങ്കിലും ഇത്രയും മുന്നോട്ടാ പോയി, ഇനി മുന്നോട്ടേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കോട്ടയത്ത് ചെല്ലുമോ? ഇയാൾ കോട്ടയത്ത് ചെല്ലത്തില്ല. ഇതുപോലെയാണ് ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത്, ഇങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചു, ചിലപ്പോൾ തെറ്റായ രീതിയിലാണ് നമ്മളുടെ പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവം ഒരു പക്ഷേ ക്ഷമിക്കുമായിരിക്കും, സഹിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കർത്താവ് പല കാര്യങ്ങളും നമ്മളെ സഹിക്കുകയാണ്. ഹി ഈസ് നോട്ട് ജസ്റ്റ് ഹിയറിങ് അവർ പ്രേയേഴ്സ്, സംടൈംസ് ഹി ഈസ് ബെയറിങ് അവർ പ്രേയേഴ്സ്. അവൻ കേൾക്കുക മാത്രമല്ല, ചിലപ്പോൾ അവന് സഹിക്കുകയും കൂടെയാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇത്രത്തോളം യഹോവ സഹിച്ചു എന്ന് പറയുന്നതാണ് കുറെ കൂടെ കറക്റ്റ്. ഒരുപക്ഷെ കർത്താവ് സഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഡിസാസ്റ്റർ. അതുകൊണ്ട് പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം പ്രേയറിനെ കുറിച്ചൊരു സെമിനാറോ അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം എന്ത് നിർത്തിയാലും ആര് വന്നാലും നമ്മളോട് പറയുന്നതെന്നറിയാമോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നാണ്. പക്ഷെ കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ വന്നിട്ട് പറയുന്നത് എല്ലാവരും വിളിച്ച് എല്ലാവരും ഇമോഷണലായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഇമോഷണലായിട്ട് എന്ത് പറയും? പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ട്? 1/2 മണിക്കൂറോ? അല്ല, പോരാ. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുകയില്ലയോ? 1 മണിക്കൂർ പ്രാർത്ഥിക്കാത്തവൻ എന്തോ ക്രിസ്ത്യാനി. അതുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനിക്കുക, 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ആഴ്ചയിൽ നീ എത്ര വട്ടം ഉപവസിക്കുന്നുണ്ട്? പരീക്ഷ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്. നീ 3 വട്ടം ഉപവസിച്ചില്ലെങ്കിൽ പിന്നെന്തോ ക്രിസ്ത്യാനിയാ. അതുകൊണ്ട് നീ 3 വട്ടം ഉപവസിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ള ഒരു ആഹ്വാനമാണ് പൊതുവെ ഉണർവ് യോഗങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചത് തന്നെ തെറ്റായ ദിശയിലാണെങ്കിൽ അത് 1 മണിക്കൂർ ആക്കിയത് കൊണ്ട് എന്താ ഗുണം?